ഹലോ ഫ്രണ്ട്സ്, യു കെയിലെ റെഡ്യൂസിങ് നെറ്റ് മൈഗ്രേഷൻ ഫാക്ട് ഷീറ്റ് കഴിഞ്ഞ ദിവസം പുറത്തു വിട്ട് കഴിഞ്ഞപ്പോൾ യു കെയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ നെറ്റ് എമിഗ്രേഷൻ ഏകദേശം 79,000 കുറവ് ഉണ്ടെന്നുള്ളതാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 6 മാസമായിട്ട് നമുക്കറിയാം യു കെ ഗവൺമെൻറ് നെറ്റ് എമിഗ്രേഷൻ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പല കടുത്ത നടപടികളുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ ഡിപ്പെൻഡൻറ്റ് വിസ ആദ്യം നിർത്തലാക്കി. അതിനുശേഷം ഈ ഒരു കഴിഞ്ഞ ഏപ്രിൽ മാസം തൊട്ട് കെയറർ വിസകളിൽ വരുന്ന ആൾക്കാരുടെ ഡിപ്പെൻഡൻറ്റ് വിസയും നിർത്തലാക്കി. ഈ 2 വിസകളും നിർത്തലാക്കിയതിന് ശേഷം യു കെയിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ വളരെയധികം കുറവാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം യു കെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളായിട്ട് സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ വന്നിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഡിപ്പെൻഡൻസിനെ കൂടി കൊണ്ടുവരാനായിട്ട് സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു കെയർ വിസയിലോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കെയർ വിസകളിലോ ഒക്കെ വരുന്ന ആൾക്കാർക്കും അവരുടെ ഡിപ്പെൻഡൻസിനെ യു കെയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ നെറ്റ് എമിഗ്രേഷൻ ഏകദേശം ഒരു 7,85,000 കുതിച്ചുയർന്നിരുന്നു. അത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം അവരെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ആ സമയം മുതൽ നെറ്റ് എമിഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി. കാരണം അവർക്കറിയാം ഏതൊരു സമയത്തും അവർ ഇലക്ഷനിലേക്ക് പോകേണ്ടതായിട്ട് വരും. കാരണം അടുത്ത ജാനുവരി 2025 വരെയായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഒരു ടൈം ഉണ്ടായിരുന്നത്. പക്ഷേങ്കിൽ കഴിഞ്ഞ ദിവസമാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ഋഷി സുനക് ഇവിടുത്തെ ജനറൽ ഇലക്ഷൻ ജൂലൈ 4 നടപ്പാക്കാനായിട്ട് തീരുമാനിച്ചു. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് നെറ്റ് എമിഗ്രേഷൻ കുറഞ്ഞിരിക്കുന്നത്, ഇൻഫ്ലേഷൻ റേറ്റ് കുറഞ്ഞിരിക്കുന്ന റുവാണ്ടയിലേക്ക് അഭയാർത്ഥികളെ കൊണ്ടുള്ള ഫസ്റ്റ് ഫ്ലൈറ്റ് പെട്ടെന്ന് തന്നെ അദ്ദേഹം ഇവിടുന്ന് വിടും എന്നുള്ള 2-3 കാര്യങ്ങൾ വന്നതോടുകൂടിയാണ് ഇനിയിപ്പോഴേ പെട്ടെന്ന് തന്നെ ഒരു ഇലക്ഷനിലേക്ക് പോകാമെന്നുള്ള ഒരു ധാരണയിൽ ജൂലൈ 4 ഇപ്പോഴും ജനറൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ വർഷം ഏകദേശം ഒരു 1,40,000 വിസകൾ വിദേശ രാജ്യങ്ങളിലെ ആൾക്കാർക്ക് കൊടുത്തപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മളുടെ ഇന്ത്യക്കാർക്കായിരുന്നു. 39,000 ഇന്ത്യക്കാർക്കാണ് ഇതുപോലെയുള്ള വിസകൾ ലഭിച്ചത്. അങ്ങനെ ധാരാളം ആൾക്കാരാണ് യു കെയിലേക്ക് എത്തിച്ചേർന്നത്. പക്ഷേ കെയറർ വിസകളിലൊക്കെ വന്നിരിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നിരിക്കുന്ന ആൾക്കാർ ഇനിയിപ്പോൾ ഒരു 3 ലക്ഷം ആൾക്കാരെ കൂടി ഇവിടുന്ന് യു കെക്ക് പുറത്തേക്ക് വിടുമെന്നുള്ള ആ ഒരു കാര്യം കൂടി ഇപ്പോഴേ പുറത്ത് വന്നിരിക്കുന്നു. കാരണം കെയർ വിസകളിലൊക്കെ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരുടെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനായിട്ട് പോവുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോഴേ CQCയുടെ അണ്ടറിലുള്ള നഴ്സിംഗ് ഹോമുകളിൽ മാത്രമായിരിക്കും ഇനി ഇപ്പോഴേ കെയർ വിസകൾ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മളുടെ സുഹൃത്തുക്കൾ വന്നിരിക്കുകയെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള പ്രൈവറ്റ് ഏജൻസികളുടെ കെണികളിൽപ്പെട്ട് ഇവിടുത്തെ പ്രൈവറ്റ് നഴ്സിംഗ് ഹോമുകളിലേക്കും കെയർ ഹോമുകളിലേക്കും ഡൊമസ്റ്റിക് വിസകളിലൊക്കെയാണ് വന്നിരിക്കുന്നത്. കെയർ വിസകൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ CQCയുടെ കെയർ ക്വാളിറ്റി കമ്മീഷൻ റെഗുലേറ്റ് ചെയ്തിരിക്കുന്ന നഴ്സിംഗ് ഹോമുകളിൽ മാത്രമായിരിക്കും. അപ്പം ഈ യു കെയിലേക്ക് വന്നിരിക്കുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പോഴത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയർ വിസകൾ വന്നിരിക്കുന്ന ആൾക്കാർ ഈ ഒരു കെയർ ക്വാളിറ്റി കമ്മീഷൻ റെഗുലേറ്റ് ചെയ്തിരിക്കുന്ന നഴ്സിംഗ് ഹോമുകളിലല്ല എന്നുണ്ടെങ്കിൽ അവരുടെ എംപ്ലോയറുടെ ലൈസൻസ് സ്പോൺസർഷിപ്പ് അവർ റദ്ദാകും. അപ്പോൾ റദ്ദായി കഴിഞ്ഞാൽ ഇവർ ഈ 60 ദിവസത്തിനുള്ളിൽ യു കെ വിടണമെന്നാണ് ഇപ്പോൾ ഗവൺമെൻറ് ഇവരോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനെതിരെയാണ് ഇപ്പോൾ ഈ ഒപ്പുചേർണവും കാര്യങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. 60 ദിവസത്തിനുള്ളിൽ നമുക്കറിയാം യു കെയിൽ നിന്നുകൊണ്ട് പുതിയൊരു എംപ്ലോയറുടെ വിസ നമുക്ക് ലഭിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഇങ്ങനെ വന്നിരിക്കുന്ന ആൾക്കാരുടെ കുട്ടികൾ ഇവിടെ സ്കൂളുകളിൽ അവർ പഠിക്കുന്നുണ്ട്. മാത്രമല്ല അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് വാടകയൊക്കെ വീടുകൾ എടുത്താണ് താമസിക്കുന്നത്. ഇപ്പോൾ ഒരു വാടക നമുക്ക് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ പോലും ഏകദേശം ഒരു 2 മാസം പിടിക്കും. അങ്ങനെ വലിയ സ്ട്രഗിളിൽ കൂടിയാണ് ഇപ്പോൾ യു കെയിലെ ഈ ഒരു കെയർ വിസകളിലും അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിരിക്കുന്ന ആൾക്കാരുമൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വർഷമെങ്കിലും ഇപ്പോഴിവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് വിസ നഷ്ടപ്പെട്ടുള്ളവർക്ക് പുതിയൊരു വിസ കണ്ടുപിടിക്കാനായിട്ട് സമയം കൊടുക്കണമെന്നാണ് അതിൽ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഗവൺമെൻറ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ നമുക്കറിയത്തില്ല. അത് പോസിറ്റീവായിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് യു കെ വിടേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോഴേ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ വളരെയധികം കുറവാണ് വന്നിരിക്കുന്നത്. 2023 ഡിസംബർ അവസാനിച്ച കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ yu കെയിൽ 6,85,000 ആൾക്കാരാണ് വന്നത്. കഴിഞ്ഞ വർഷം അത് 2022 ഈ ഒരു സെയിം ടൈമിൽ 7,64,000 പേർ വന്ന സ്ഥാനത്ത് 6,80,000 പേർ മാത്രമാണ്. ഏകദേശം ഒരു 25% കുറവാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ഈ ഒരു സ്റ്റുഡൻറ്റ് വിസ ഡിപ്പെൻഡൻറ്റ് വിസ നിർത്തലായി കഴിഞ്ഞപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ യു കെയിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവാണ്. ഏകദേശം ഒരു 79% ഇടിവാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ കെയറർ വിസയിലെ ഡിപ്പെൻഡൻറ്റ് വിസ നിർത്തലായി കഴിഞ്ഞപ്പോൾ 58% ഇടിവാണ് ഇപ്പോഴും കെയർ വിസയിൽ യു കെയിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ വന്നിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഖ്യയാണ്. കാരണം
UK ഗവൺമെൻറ് ആഗ്രഹിച്ചതും അത് തന്നെയായിരുന്നു. കാരണം നെറ്റ് എമിഗ്രേഷൻ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്റ്റുഡൻറ്റ് വിസക്കാരുടെ ഡിപ്പെൻഡൻറ്റ് വിസയും അതുപോലെ തന്നെ കെയർ വിസക്കാരുടെ ഡിപ്പെൻഡൻറ്റ് വിസയും നിർത്തലായി കഴിഞ്ഞാൽ ആൾക്കാർ വരുന്നത് കുറയും എന്നുള്ളത് അവർക്ക് ഉറപ്പായിരുന്നു. സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിരിക്കുന്ന ആൾക്കാർക്ക് 2 വർഷത്തെ സ്റ്റേ ബാക്ക് ലഭിച്ചിരുന്നു. പക്ഷേ ഈ 2 വർഷം കൊണ്ട് അവർക്ക് ഇവിടെ പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ നല്ലൊരു ജോലിക്ക് വേണ്ടി അവർ ഇൻ്റർവ്യൂവിന് അവർ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരൊരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആപ്ലിക്കേഷൻ റദ്ദായി പോകുന്നു. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ പോലും അവർ പക്കയാളാണെങ്കിൽ പോലും അവർക്ക് ജോലിയുടെ ഓഫർ ലഭിക്കുന്നില്ല എന്നുള്ള വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. പിന്നെ UK ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലാണ്. കാരണം ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഇവിടെ വന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ പോലും അവർക്ക് ഒരു നല്ല ജോലി ലഭിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ അവർക്കൊരു വർക്ക് പെർമിറ്റ് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇനിയിപ്പോഴേ ഈ ഒരു മാസ്റ്റേഴ്സ് ചെയ്യാൻ വരുന്ന സ്റ്റുഡൻസിന് അവർക്ക് അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. പക്ഷേ PhD ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. പക്ഷേ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ഒരു പുതിയ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ PhD ചെയ്യാൻ വന്നിരിക്കുന്ന 2 പേർക്ക് ഇവിടെ വന്നൊരു കുട്ടി ഉണ്ടായതിന് ശേഷം ഇപ്പോഴേ 1 വർഷം കഴിഞ്ഞപ്പോൾ ആ കുട്ടിയെ അവരിപ്പോൾ ഡിപ്പോർട്ട് ചെയ്യാനായിട്ട് ഹോം ഓഫീസ് തയ്യാറെടുക്കുന്നു എന്നുള്ളൊരു വാർത്ത കൂടി വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇങ്ങനെയുള്ള മാനുഷിക പരിഗണന ഇല്ലാത്ത കുറേ കാര്യങ്ങളാണ് UK ഇപ്പോഴേ നടക്കുന്നത്. എന്തായാലും UK കറണ്ട് സിറ്റുവേഷൻ ഇപ്പോഴും നോക്കുമ്പോൾ കുറച്ച് വേഴ്സാണ്. കാരണം ഏകദേശം ഇനിയിപ്പോഴേ UK ഗവൺമെൻറ്റിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരൊരു 3 ലക്ഷം ആൾക്കാരെ കൂടി UK പുറത്ത് കടത്താനായിട്ടാണ് അവർ നോക്കുന്നത്. ഇനിയിപ്പോൾ ഒരു പുതിയ ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ലേബർ ഗവൺമെൻറ് ആണ് വരുന്നതെങ്കിൽ അവരും നെറ്റ് ഇമിഗ്രേഷനെ കുറച്ചുകൂടി അവർ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ്. എന്നിരുന്നാലും അവർ ഈ ഒരു ഗവൺമെൻറ് ഇത്രയും റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഗവൺമെൻറ് വരുമ്പോൾ പെട്ടെന്ന് ഇനിയിപ്പോൾ അവരൊരു റീഇമിഗ്രേഷൻ നടത്തുമോ എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്കും സംശയമുണ്ട്. അപ്പോൾ ഇനി വരുന്ന പുതിയ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കി ഇരിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ UK നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. UK ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ വലിയ ഇടിവുകൾ വന്നിട്ടുണ്ട്. അത് യൂണിവേഴ്സിറ്റികളുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ തന്നെ ഓൾറെഡി കംപ്ലൈൻറ്റുകൾ വന്നു കഴിഞ്ഞു. കാരണം യൂണിവേഴ്സിറ്റികൾ എല്ലാം തന്നെ വീണ്ടും അവർക്ക് സ്റ്റുഡൻസിനെ ആവശ്യത്തിന് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു കംപ്ലൈൻറ്റുകൾ വന്നു കഴിഞ്ഞു. എന്തായാലും ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞ ഒരു പുതിയ ഗവൺമെൻറ് വരുന്നവരെ ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ ആയിരിക്കും നിലനിൽക്കുന്നത്. ഇനിയിപ്പോഴൊരു ഓഗസ്റ്റ് മാസത്തോടു കൂടി മിക്കവാറും ഈ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ തീർപ്പുകൾ വരാനായിട്ടുള്ള സാധ്യതകൾ ഇപ്പോഴ് ഉണ്ട്. പക്ഷെങ്കിൽ അതിനുശേഷം ഇനിയിപ്പോഴേ പുതിയ ഗവൺമെൻറ് വരുമ്പോൾ അവരുടെ പോളിസിക്ക് അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ എല്ലാം തന്നെ ഇനിയിപ്പോൾ വരാനായിട്ട് പോകുന്നത്. അത്രയും നാൾ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. മറ്റൊരു വീഡിയോ കാണുന്നതൊക്കെ എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.